CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നേരത്തെ എത്തി കാലവർഷം. ഇത്ര നേരത്തെ വർഷകാലം എത്തുന്നത് 15 വർഷങ്ങൾക്കു ശേഷം. ഇതോടെ ശക്തമായ മഴ 3 ദിവസം കൂടി തീവ്രമായി തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കനത്ത മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടങ്ങൾ. കുന്നംകുളത്ത് അരിമാർക്കറ്റിൽ ഷീറ്റുകൾ നിലംപൊത്തി. പട്ടാമ്പി റോഡിൽ വലിയ പരസ്യബോർഡ് ഇളകി വീണു. വലിയങ്ങാടി പഴയപള്ളിയുടെ മേൽക്കൂര തകർന്നു. അടുപ്പുട്ടി ഉരുളികുന്നിൽ മണ്ണിടിഞ്ഞു. 15ഓളം വീടുകൾ മണ്ണിടിച്ചിൽ ഭീതിയിൽ. പേരകം വാഴപ്പുള്ളിയിൽ മരം മുറിക്കുന്നതിനിടെ തെങ്ങ് കടപുഴകി ദേഹത്ത് വീണ് ഒരാൾ മരിച്ചു. പട്ടാമ്പി സ്വദേശിയാണ് മരിച്ചത്. മാവ് മുറിച്ചു മാറ്റുന്നതിനിടയിൽ തൊട്ടടുത്ത തെങ്ങ് കടപുഴകി വീണാണ് മരണം. മരം വീണ് വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് തോട്ടുപാലത്തിൽ വീട് തകർന്നു വീണു. ആലത്തൂർ മനപ്പറമ്പിൽ കൃഷ്ണൻകുട്ടിയുടെ ഓടുമേഞ്ഞ വീടാണ് പൂർണ്ണമായും തകർന്നത്. കനത്ത മഴയിൽ തീരദേശ മേഖലയിൽ വ്യാപക നാശനഷ്ടം. പ്രദേശത്ത് വൈദ്യുതി ബന്ധവും താറുമാറായി. കാണിപ്പയ്യൂരിൽ വീടിനു മുകളിലേക്ക് മരം കടപുഴകി വീണു. മാന്തോപ്പ് കുമ്മാത്തു വീട്ടിൽ സുഗുവിന്റെ വീടിന് മുകളിലേക്കാണ് കാറ്റിൽ വീടിന് പിറകുവശത്തു നിന്നിരുന്ന മരം കടപുഴകി വീണത്. അപകടത്തിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. ആർക്കും പരിക്കില്ല. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ വർധന. മെയ് മാസത്തിൽ ഇതുവരെ 273 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. പ്രായമായവരെയും ശ്വാസകോശ രോഗങ്ങളുള്ളവരെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം. നോർത്ത് ഉരുമനിയൂർ കണ്ണിക്കുത്തുപാലം അമൃത സ്കൂൾ റോഡിലേക്ക് കൂറ്റൻ ഷീമക്കൊന്നമരം കടപുഴകി വീണു. ഇതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. അന്നലാങ്ങുന്ന ബീച്ച് റോഡിൽ ഇലക്ട്രിക് ലൈനിന് മുകളിലേക്ക് വീണ മരക്കൊമ്പുകൾ കോൺഗ്രസ് പ്രവർത്തകർ മുറിച്ചുമാറ്റി. നിർമ്മാണം പൂർത്തിയായ ചിറ്റാട്ടുകര താമരപ്പള്ളി റോഡിലെ കലുങ്കിനു സമീപം റോഡിടിഞ്ഞ് ഗർത്തം രൂപപ്പെട്ട നിലയിൽ. 1 മാസം മുമ്പ് ടാറിംഗ് പൂർത്തീകരിച്ച താമരപ്പള്ളി ചൊവ്വലൂർപ്പടി റോഡിലാണ് ഗർത്തം രൂപപ്പെട്ടത്. കോൺഗ്രസ് നേതാക്കൾ അധികൃതർക്ക് പരാതി നൽകി. ചാവക്കാട് മണത്തല ദേശീയപാത 66 നിർമ്മാണം മൂലം ദുരിതം പേറി കുടുംബം. അക്കരപ്പറമ്പിൽ അശോകനാണ് മഴ പെയ്താൽ റോഡിൽ നിന്നും ചളിവെള്ളവും ടാറും കെമിക്കലും ഒലിച്ച് വീട്ടുമുറ്റത്തെത്തുന്നതിനാൽ ദുരിതത്തിലായത്. വീട്ടുമുറ്റത്തേക്ക് ടാർ ഒലിച്ചിറങ്ങുന്നതുമൂലം പുറത്തിറങ്ങുന്നത് അതീവ ദുഷ്കരമായി കുടുംബങ്ങൾ. അകലാട് മൊയ്തീൻ പള്ളിക്ക് തെക്കുകിഴക്ക് ആശാരിപ്പടിക്കു സമീപം മുതലക്കുളങ്ങര ഖലീൽ ഷക്കീർ എന്നിവരുടെ വീട്ടുമുറ്റത്തേക്കാണ് ടാർ ഒലിച്ചിറങ്ങിയിട്ടുള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കടങ്ങോട് മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. കുന്നംകുളം താലൂക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം 19-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും SSLC+2 വിജയികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ ചലച്ചിത്ര പുരസ്കാരം വാരിക്കൂട്ടി ചാട്ടുളി. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച എഡിറ്റർ എന്നീ വിഭാഗങ്ങളിലായാണ് ചാട്ടുളിക്ക് അംഗീകാരം ലഭിച്ചത്. ഗുരുവായൂരിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനും പുരാതന തറവാട്ട് കൂട്ടായ്മ സ്ഥാപക സാരഥികളിലൊരാളുമായ ആലയ്ക്കൽ വേണുഗോപാലന്റെ ചരമവാർഷിക ദിനത്തിൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വേലൂർ യൂണിറ്റ് വാർഷികം ആഘോഷിച്ചു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ജോൺ നെംപുംസിയാന്റെയും മത്തായി ശ്ലേഹായുടെയും വേളാങ്കണ്ണി മാതാവിന്റെ കപ്പേളയിലെയും സംയുക്ത തിരുനാളിന് തുടക്കമായി. പരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെ +2 പരീക്ഷയിലെ തിളക്കമാർന്ന വിജയം ഇരട്ടി മധുരമായി. ശതാബ്ദിയുടെ നിറവിൽ നിൽക്കുന്ന വിദ്യാലയം SSLC പരീക്ഷയിലും മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന TP വിനോദിനിയമ്മയുടെ 27ാം അനുസ്മരണം പൊന്നേർക്കുളത്ത് നടന്നു. പൊന്നേർക്കുളം ആൽത്തറ ടൗൺ പള്ളിയിൽ വിസ്ഡം സ്റ്റുഡൻസ് തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജാലകം സഹവാസ ദ്വിദിന ക്യാമ്പിന് തുടക്കമായി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.